ബ്രേക്ക് ക്ലച്ച് ജോഡിയിൽ ചാടാതിരുന്നാ മതി. നേരെ ഓടിച്ച എനിക്ക് കുഴപ്പമില്ല. ഇത്രയും നേരം നല്ലപോലെ ഓടിച്ചത്. ഇതിപ്പോ ക്യാമറ ഫിയർ വരുമെന്നു. നല്ല സമയത്ത് തന്നെ വരണം കേട്ടോ. എനിക്ക് ടെൻഷൻ ആവുന്നു. എന്തൊക്കെ ചോട്ടണം? വണ്ടി ഷോറൂമിൽ നിന്ന് എടുക്കാൻ പോകുന്ന ആളാ. ഞങ്ങളുടെ ആശാൻ ചേച്ചി ഇത്രയും നേരം നല്ലപോലെ ഓടിച്ചത്. ഇതിപ്പോ ക്യാമറ ഫിയർ വരുമെന്നു. ചേച്ചി പൊളിയാണല്ലോ. ഇല്ല, ഞാൻ ഇത്ര എടുക്കൂലട്ടാ. എന്നെ ഇതിൽ കുറഞ്ഞുള്ള എക്സ്പെക്ടേഷൻ മതിയേ. നോക്ക്, ഇത് കണ്ട് ഇത് കിട്ടി. വാലിഡേഷൻ കിട്ടിയത്. മെയിനായിട്ട് ബ്രേക്ക് വിടാത്തോണ്ടാണ് വണ്ടി ഓഫായി പോകുന്നത്. കാഫ് ക്ലച്ച് പിടിച്ചിട്ട് ബ്രേക്ക് പിടിച്ചിട്ട് അതൊരു പേടിയാണ്. അതായത് കാഫ് ക്ലച്ച് ആയി കഴിഞ്ഞാൽ വണ്ടി നല്ല മൂവാൻ തുടങ്ങുള്ളൂ. ബ്രേക്കിംഗ് ക്ലച്ച് ചവിട്ടിട്ട് എല്ലാം നോക്ക്, എല്ലാം നോക്കിട്ട് എന്തൊക്കെ ചോട്ടണം? അല്ല, രണ്ടും ചവിട്ടിട്ട് സീറ്റ് കറക്റ്റ് ആകാൻ പോകണം. അന്നവർ കറക്റ്റായിട്ട് സീറ്റ് ബെൽറ്റ് വണ്ടി ഷോറൂമിൽ നിന്ന് എടുക്കാൻ പോകുന്ന ആളാ. എങ്ങിട്ട് വരുന്നില്ല. ബ്രേക്ക് ഫുൾ എടുത്തോട്ടെ. ഹാഫ് ക്ലച്ച് ആണ്. പോയി അതൊന്നായില്ല. അയ്യോ, ഇനി എങ്ങോട്ടാ? താഴോട്ടാണോ ഗിയർ മാറ്റണ്ടേ? സ്കൂട്ടർ വരുന്നുണ്ട്. നല്ല ക്ലച്ച് ചവിട്ടിക്കാൻ മനസ്സിലാവുന്നില്ല. നമ്മള് നടക്കൂടാ. എന്നാലല്ലേ നമുക്ക് ലെഫ്റ്റ് പിടിക്കാൻ പറ്റും. ട്രെയിൻ എല്ലാം കൂടെ വർക്കാവുന്നു. ഈ സൈഡിലേക്ക് വണ്ടി പോകണം. അപ്പൊ എങ്ങനെ എങ്ങോട്ട് ഓടിച്ചാൽ പോവാ? അങ്ങോട്ട് സ്റ്റിയറിംഗ് ആ സൈഡിലോട്ട് വണ്ടി പോകണമെങ്കിൽ ഈ സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഓടിക്കട്ടെ. നല്ല സമയത്ത് തന്നെ വരണം. നമ്മൾ റിവേഴ്സ് നോക്കിയ സമയത്ത് ഞാൻ ഈ സൈഡ് നോക്കിയില്ല. അതുകൊണ്ടാണ് ഓട്ടോക്കാർ അവിടെ വന്ന് നിന്നത്. മിസ്റ്റേക്ക് അല്ലായിരുന്നോ? അവിടെ നോക്കുന്നത് ഞാൻ ഇവിടെ മാത്രമേ നോക്കിയുള്ളൂ. ഞാനിവിടെ നോക്കിയത്. ഇവിടെ നോക്കണ്ട, അവിടെ നോക്കാം. എനിക്ക് ടെൻഷൻ ആവുന്നു. അത് കുഴപ്പമില്ല, ആദ്യമായിട്ടല്ലേ നീ വണ്ടി ഓടിക്കണം, അതുകൊണ്ടാ. ബ്രേക്ക് എന്ന് പറയുമ്പോ ഞാൻ ക്ലച്ചോട് ചേർത്ത ചവിട്ടുന്നത്. അങ്ങനെ തന്നെയാണ് ചവിട്ടേണ്ടത്. ഇത്രയും തിരിയും ഒരു സ്റ്റിയറിംഗ്. റിവേഴ്സ് ഇവർ ആദ്യം കൊണ്ട് വെച്ചേക്കുന്നേ. ഫോക്സ് വാഗനെ കുറ്റം പറയടി നമുക്ക്. ബ്രേക്ക് ലൂസ് ആകാൻ വണ്ടി ഫ്രീ ആകുന്നുണ്ടോ? നമ്മള് വണ്ടിക്ക് പോകണമെന്നുണ്ട് പുറകോട്ട്. പക്ഷെ നമ്മള് വിടാതെ പിടിച്ച് നിശ്ചയിക്കുന്നവരാണ് ഈ വഴി കയറി പോവാ അല്ലേ? ഇവിടെ ഒരു പണ്ടൊരു മരം ഉണ്ടായിരുന്നു, അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അത് ഞാനിപ്പം ആക്സിലേറ്റർ കൊടുക്കുന്നില്ല കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ പിടിച്ചിറങ്ങിയോ? ലെഫ്റ്റ് സൈഡിൽ ആരും ഇടയിൽ ചാടാതിരുന്നാ മതി. നേരെ ഓടിച്ച എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ ഇനി സീതാ കണ്ടെയ്നർ റോഡ് വഴി വളയ്ക്കാനും തിരിക്കാനും ഓടിക്കുന്നു. അതാണ് കറക്റ്റ്. വളയ്ക്കാനും തിരിക്കാനും വരും. ഗിയർ ഫോർത്തിലല്ലേ? ഫോർത്തിൽ ഓടിക്കുകയാണ് ഗായ്സ്. സെറ്റായില്ലേ? ബട്ടർ പോലെ ഒഴുകി പോടല്ലേ ചേട്ടാ? ഓടിച്ചു കഴിഞ്ഞാ ചേച്ചി എം ജി റോഡ്, കളമശ്ശേരി എല്ലാം കവർ ചെയ്തു. എടപ്പള്ളിയിലേക്ക് പോകുന്നു.